ഇന്ന് ലോക ഭൂപടത്തിലേക്ക് നോക്കുന്ന ഏതൊരാളും ഭയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. പശ്ചിമേഷ്യയുടെ ഹൃദയഭാഗത്ത് ഒരു വലിയ ശക്തി തകർന്നടിഞ്ഞിരിക്കുന്നു. അതാണ് ഇറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്യാസ് നിക്ഷേപവും നാലാമത്തെ വലിയ എണ്ണ നിക്ഷേപവുമുള്ള രാജ്യം ഇന്ന് ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. തെരുവുകളിൽ ചോരപ്പൊടി ഒഴുകുന്നു. 47 വർഷം മുമ്പ് ഷാ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞ അതേ ആവേശത്തോടെ ഇന്ന് ഇറാനിലെ യുവതലമുറ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അന്ത്യം കുറിക്കാനായി ഉറച്ചു കഴിഞ്ഞു. ഡിക്റ്റേറ്റർക്ക് മരണം എന്ന മുദ്രാവാക്യം ടെഹ്റാനിലെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവൻ അപ്പോൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രം: ഈ തീപ്പൊരി ഇന്ത്യയെ ചൂടുമോ? നമ്മുടെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിനും വാഹനങ്ങളിലെ ഇന്ധനത്തിനും വില കൂടുമോ? ലക്ഷക്കണക്കിന് പ്രവാസി സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖല യുദ്ധഭൂമിയാകുമോ? അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിലുള്ള ഈ വൻശക്തി പോരാട്ടത്തിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിർത്തുന്നത് വെറും വാർത്തകളല്ല, മറിച്ച് കൃത്യമായ ഡാറ്റയും ചരിത്രവും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഭാരതത്തിന്റെ വിജയഗാഥയാണ്. ലോകം അസ്ഥിരപ്പെടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് ഇന്ത്യയെ ഒരു സുരക്ഷിത തുരുത്താക്കി മാറ്റിയത്? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കാണണം. ഇത് 1979 ഇന്ത്യ അല്ല, ഇത് 2026 ആഗോള ശക്തിയായ നവഭാരതമാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഓരോ നിമിഷവും ഇന്ത്യയുടെ തന്ത്രപരമായ വിജയത്തിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാൻ നമ്മൾ 1979 ആദ്യം ഒന്ന് പോകാം. അന്നത്തെ ഇറാൻ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് റെസ പഹലവി ഒരു ആധുനിക ഇറാൻ സ്വപ്നം കണ്ട ആളായിരുന്നു. പക്ഷെ അഴിമതിയും ഭരണകൂടത്തിന്റെ ക്രൂരതയും ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി. ആ അവസരം മുതലെടുത്ത് ആയത്തുള്ള ഖമേനി ഒരു മതഭരണകൂടം സ്ഥാപിച്ചു. അമേരിക്കയെ വലിയ സാത്താൻ എന്നാണ് അവർ വിളിച്ചത്. 47 വർഷം പിന്നിടുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ എതിരാളി പുറത്തല്ല, അകത്താണ്. ഇറാന്റെ കറൻസിയായ റിയാൽ ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസികളിൽ ഒന്നായി മാറി. അവിടെ നോട്ടിന് ഇന്ന് വിലയില്ല. പണപ്പെരുപ്പം 50% മുകളിലാണ്. ഒരു പാക്കറ്റ് പാലിന് പോലും സാധാരണക്കാർക്ക് വൻ തുകയാണ് നൽകേണ്ടി വരുന്നത്. ഇറാന്റെ ജനസംഖ്യയിൽ 60% 30 വയസ്സിന് താഴെയുള്ളവരാണ്. അവർക്ക് വേണ്ടത് ഇന്റർനെറ്റും വസ്ത്രധാരണ സ്വാതന്ത്ര്യവും തൊഴിലവസരങ്ങളുമാണ്. മതപരമായ നിയന്ത്രണങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കുന്നു. കാലം മാറിയല്ലോ, പക്ഷെ ഇറാൻ ഭരണകൂടം അത് തിരിച്ചറിയുന്നില്ല. ഇറാന്റെ സാമ്പത്തിക വിപ്ലവങ്ങളുടെ കേന്ദ്രം ഗ്രാൻഡ് ബസാറാണ്. 1979 ഷായെ വീഴ്ത്തിയത് ഈ വ്യാപാരികളാണ്. ഇന്ന് അവർ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത് ഭരണകൂടത്തിന്റെ അന്ത്യം അടുത്തുവെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇറാന്റെ തകർച്ചയിൽ ലോകം രണ്ട് തട്ടിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം വ്യക്തമാണ്. പരമാവധി സമ്മർദ്ദം, മാക്സിമം പ്രഷർ കൊടുത്ത് ട്രംപിന്റെ മടങ്ങി വരവോടെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ കടുപ്പിച്ചു. സഹായം ഉടൻ വരുന്നു എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കേവലം വാക്കുകളല്ല, മറിച്ച് ഭരണമാറ്റത്തിനുള്ള ആഹ്വാനമാണ്. മറുവശത്ത് ഇറാന്റെ തകർച്ച റഷ്യയും ചൈനയും വിറളി പിടിപ്പിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകളും മിസൈലുകളും നൽകുന്നത് ഇറാനാണ്. ചൈന ആകട്ടെ ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുകയാണ്. ഇറാൻ വീണാൽ ഈ രണ്ട് ശക്തികൾക്കും അതൊരു വലിയ തിരിച്ചടിയാകും. ഇവിടെയാണ് ഇന്ത്യയുടെ റോള് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യക്ക് എങ്ങനെയായിരിക്കും ഇത് നേരിടുക, ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനെ അഭിമുഖീകരിക്കുക എന്നാണല്ലോ. പണ്ടൊക്കെ പശ്ചിമേഷ്യയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായ ഇന്ത്യ ഭയപ്പെടുമായിരുന്നു പണ്ട്. കാരണം നമ്മുടെ എണ്ണയുടെ ഭൂരിഭാഗം വരുന്നത് ആ മേഖലയിൽ നിന്നാണല്ലോ. എന്നാൽ മോദി സർക്കാർ 2014 ശേഷം ഈ ചിത്രം പാടെ മാറ്റി. ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും സ്വന്തം ജനതയുടെ താല്പര്യം മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനായി ഇന്ത്യ ധീരത കാട്ടി. ഇത് നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ 35 മുതൽ 40% വരെ റഷ്യയിൽ നിന്നാണ്. ഇറാൻ സ്തംഭിച്ചാലും ഇന്ത്യയുടെ വിതരണ ശൃംഖലയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല. പിന്നെ സപ്ലൈ ലൈൻ വൈവിധ്യവൽക്കരണത്തെ കുറിച്ച് പറയാം. അതായത് ഇറാനെ മാറ്റി നിർത്തി ഇറാഖ്, സൗദി അറേബ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുമായി ഇന്ത്യ ദീർഘകാല കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. പിന്നെ യുദ്ധമുണ്ടായാൽ രാജ്യം നിശ്ചലമാകാതിരിക്കാൻ വിശാഖപട്ടണം, മംഗളൂരു, പാതൂർ എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് ടൺ എണ്ണയാണ് ഇന്ത്യ കരുതി വച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ നയതന്ത്ര മാസ്റ്റർ പ്ലാൻ ആണ്. ഞാൻ അതിലേക്ക് വരാം. പാകിസ്ഥാനെയും അവരുടെ ചൈനീസ് നിർമ്മിത ഗ്വാദർ പോർട്ടിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യ നിർമ്മിച്ച കവാടമാണത്. പലരും ചോദിക്കുന്നുണ്ട്, ഇറാൻ തകർന്നാൽ ചബഹാർ പോകില്ലേ? ഒരിക്കലുമില്ല. ഇറാനിൽ വരാൻ പോകുന്ന ഏതൊരു പുതിയ ഭരണകൂടത്തിനും ഇന്ത്യയുടെ നിക്ഷേപം വളരെ ആവശ്യമാണ്. ഇന്ത്യ എന്നാൽ ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അഫ്ഗാനിസ്ഥാന്റെയും മധ്യേഷ്യയുടെയും വികസനത്തിന് ചബഹാർ അത്യന്താപേക്ഷിതമാണ്. അമേരിക്ക പോലും ചബഹാറിനെ എതിർക്കുന്നില്ല. കാരണം അത് ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഡോക്ടർ എസ് ജയശങ്കർ എന്ന ചാണക്യൻ ഈ പദ്ധതിയെ അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ കലാപം പടർന്നാൽ അവിടെയുള്ള നമ്മുടെ 90 ലക്ഷത്തോളം പ്രവാസികളുടെ കാര്യം എന്താകും? മുൻകാലങ്ങളിൽ ഇതിന് വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ ഇന്ത്യക്കാരനും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, എന്റെ സർക്കാർ എന്നെ തിരികെ കൊണ്ടുവരും. ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ റഷ്യൻ ഉക്രൈൻ വെടിനിർത്തൽ പോലും സാധ്യമാക്കിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ നമ്മൾ ഇങ്ങോട്ട് രക്ഷിച്ചു കൊണ്ടുവന്നത്. സുഡാനിലും ഇസ്രയേലിലും ഒക്കെ നമ്മൾ ഇത് ആവർത്തിച്ചു. ഇന്ത്യൻ നാവികസേന ഇന്നൊരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും നമ്മുടെ യുദ്ധക്കപ്പലുകൾ 24 മണിക്കൂറും ജാഗ്രതയിലാണ്.
ഏത് അടിയന്തര സാഹചര്യത്തിലും പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വിഭവങ്ങളും സൈനിക കരുത്തും ഇന്ന് നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഇറാന്റെ അസ്ഥിരത ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. ചൈന പശ്ചിമേഷ്യയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഇതോടെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഈ വിടവിലേക്കാണ് ഇന്ത്യയുടെ IMEC അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ കടന്നു വരുന്നത്. ഇന്ത്യയിൽ നിന്ന് UAE, സൗദി, ജോർദാൻ, ഇസ്രയേൽ വഴി യൂറോപ്പിലേക്കുള്ള ഈ വ്യാപാര പാത ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. ഇറാൻ അസ്ഥിരമാകുമ്പോൾ ലോകം സുരക്ഷിതമായ ഒരു പങ്കാളിയാണ് തിരയുക. ആ തിരച്ചിൽ അവസാനിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളുള്ള സുശക്തമായ സമ്പദ്വ്യവസ്ഥയുള്ള ഭാരതത്തിന് മേലായിരിക്കും. അപ്പൊ ലോകം മുഴുവൻ യുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യ ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ചും സെമി കണ്ടക്ടർ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ചാന്ദ്രയാനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇത് തുടരുകയുമാണ്. UPI മുതൽ 5G വരെ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ ശക്തമാക്കിയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ആഭ്യന്തര വിപണിക്ക് ഇന്ന് സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ തെരുവുകളിൽ ഉയരുന്ന പുകയും തീയും കണ്ട് നമ്മൾ പരിഭ്രാന്തരാകേണ്ട ഒരു ആവശ്യമില്ല. ലോകം മാറുകയാണ്. ആ മാറ്റം ഭാരതത്തിന് അനുകൂലമാണ്. നമ്മുടെ വിദേശകാര്യ നയം ഇന്നൊരു പ്രതിരോധത്തിലല്ല, മറിച്ച് മുന്നേറ്റത്തിലാണ്. ജയശങ്കറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നത് ഡൽഹിയിലാണ്, മറ്റേതെങ്കിലും വിദേശ തലസ്ഥാനത്തല്ല. ഇറാൻ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ സജ്ജമായിട്ടുള്ള ഒരു ഇന്ത്യയാണ് ഇന്നുള്ളത്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണവും നമ്മുടെ സൈന്യത്തിന്റെ കരുത്തും 140 കോടി ജനങ്ങളുടെ ഐക്യവും ഒത്തുചേരുമ്പോൾ ഏതൊരു കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ നമുക്ക് ഈസിയായി തന്നെ സാധിക്കും. ഇറാൻ പതഞ്ഞേക്കാം, ലോകം ഉലഞ്ഞേക്കാം, പക്ഷെ ഭാരതം എന്ന ഈ മഹാശക്തി അചഞ്ചലമായി തന്നെ നിലകൊള്ളും. കാരണം ഭാരതം ഇനി അനുഭവിക്കില്ല, ഭാരതം ഇനി നയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇന്ത്യയുടെ ഈ നയതന്ത്ര കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.